ഇത് ശ്രീ ഭാസ്കരൻ നായർ. കൃഷിവകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇന്നും കൃഷിയോടുള്ള തന്റെ ബന്ധം നിലനിർത്താൻ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നു. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ 4 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിയിടം വീടിന്റെ ടെറസാണ്. നല്ല വെയിൽ വീഴുന്ന മട്ടുപ്പാവിൽ ചീര, വഴുതന, വെണ്ട, തക്കാളി, പയർ എന്നു തുടങ്ങി മലയാളിക്ക് പ്രിയപ്പെട്ട ഒട്ടുമിക്ക പച്ചക്കറികളും ഇദ്ദേഹം നട്ടുവളർത്തുന്നു. ഭാര്യയോടൊപ്പം സായാഹ്നങ്ങൾ ഈ ടെറസിൽ ചെലവഴിക്കുമ്പോൾ മാനസിക സന്തോഷത്തിനൊപ്പം കൈനിറയെ വിഷം തീണ്ടാത്ത പച്ചക്കറികളും നേടാനാവുന്നു. മനസ്സിൽ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ നഗരവാസികളും ഈ മാതൃക പിന്തുടരണമെന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോ വീട്ടുവളപ്പുകളും ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിർബന്ധമായിട്ടും ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത്രയും ചുരുങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം 750 ഗ്രാം പച്ചക്കറികൾ എനിക്ക് ശരാശരി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വെറും 1.5 സെൻറ്റ് സ്ഥലത്തിനകത്ത് നിന്നാണ് ദിവസം തോറും ഏതാണ്ട് 750 ഗ്രാം പച്ചക്കറികൾ ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ 60 ലക്ഷം വീടുകളുണ്ടെന്നാണ് കണക്ക്, കുടുംബങ്ങൾ, ഹോൾഡിങ്സ്. അതിൽ 50 ലക്ഷം കുടുംബങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തുകയാണെങ്കിൽ ഇന്ന് നാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ദിവസം പ്രതി ഈ 50 ലക്ഷം ഹോൾഡിങ്സിൽ നിന്നും അല്ലെങ്കിൽ വീട്ടുവളപ്പുകളിൽ നിന്നും ഒരു 360 ഗ്രാം പച്ചക്കറികൾ ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ചാൽ മതിയെന്നാണ് കണക്കുകൾ വെച്ച് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൻപിച്ച സാധ്യത ഇവിടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയേക്കാളും വളരെയധികം ശോഭനമായ ഒരു ഭാവി പച്ചക്കറി കൃഷിക്കുള്ളത് വീട്ടുവളപ്പുകളിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടുവളപ്പുകളിൽ നാം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടുകൂടി അവരുടെ പരിശ്രമത്തോടുകൂടി അത്യാവശ്യത്തിനുള്ള പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിപ്പിച്ച് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് ആരോഗ്യകരമായ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിരപ്പായ പ്രതലമുള്ള ഏതു ടെറസിലും പച്ചക്കറികൾ കൃഷി ചെയ്യാം. ടെറസിൽ കൃഷി ചെയ്യുവാൻ ചട്ടിയേക്കാൾ നല്ലത് പ്ലാസ്റ്റിക് ചാക്കാണ്. കാലിയായ സിമന്റ് ചാക്ക്, വളച്ചാക്ക്, അരി, പലവ്യഞ്ജന ചാക്ക് ഇവയൊക്കെയും കൃഷിക്ക് ഉപയോഗിക്കാം. കൈവരിയോട് ചേർത്തും ചുമരുകൾ, ബീമുകൾ എന്നിവയ്ക്ക് മുകളിലായും ചാക്കുകൾ നിരത്തിവെക്കാം. 3 ഇഷ്ടികകൾ അടുപ്പ് പോലെ കൂട്ടി അതിന് മുകളിൽ ചാക്ക് വയ്ക്കണം. ചാക്കിൽ നിന്ന് വെള്ളം കിനിഞ്ഞു വീണാൽ പോലും ടെറസിൽ ചെളി കെട്ടാതിരിക്കാൻ ഇത് സഹായിക്കും. ചാക്കിനുള്ളിൽ ചെടി വളരാനുള്ള മാധ്യമം നിറയ്ക്കണം. 2 പങ്ക് മണ്ണ്, 1 പങ്ക് മണൽ, 1 പങ്ക് ചാണകപ്പൊടി എന്ന കണക്കിൽ ചേർത്ത് മാധ്യമം തയ്യാറാക്കാം. ചാണകപ്പൊടിക്കു പകരം കമ്പോസ്റ്റ് ആയാലും മതി. ഈ കൂട്ടിനൊപ്പം ഒരു ചാക്കിന് 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം ചാരം എന്നിവ ചേർക്കുന്നതും നല്ലതാണ്. ഇവ നന്നായി ഇളക്കി ചേർത്ത് നടീൽ മിശ്രിതം തയ്യാറാക്കാം. ചാക്കിനുള്ളിൽ കുറച്ച് നടീൽ മിശ്രിതം ഇട്ട ശേഷം വക്കുകൾ ഉള്ളിലേക്ക് തള്ളിവെക്കണം. തുടർന്ന് ചാക്കിന്റെ 2/3 ഭാഗം വരെ നടീൽ മിശ്രിതം നിറയ്ക്കാം.
എന്നിട്ട് ഒന്ന് നനച്ച ശേഷം വിത്ത് വിതയ്ക്കാം. ചീര തുടങ്ങിയ ചെറുവിത്തുകൾ വിതയ്ക്കുമ്പോൾ പൊടിയരിയും ചേർത്ത് വിതച്ചാൽ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകുന്നത് ഒഴിവാക്കാം. വിത്ത് വേറെ മുളപ്പിച്ച് ചാക്കിലേക്ക് പറിച്ചു നടുന്ന രീതിയുമുണ്ട്. ചീര നടുമ്പോൾ ചുവന്ന ചീരയ്ക്കൊപ്പം പച്ചച്ചീരയും നടുന്നതിന് ശ്രദ്ധിക്കണം. ഇങ്ങനെ രണ്ടിനം ചീര നട്ടാൽ ഇലപ്പുള്ളി രോഗം വരുന്നത് തടയാം. വൈകുന്നേരം തൈ പറിച്ച് നടുന്നതാണ് നല്ലത്. കരുത്തുള്ള തൈകൾ പറിച്ചു നട്ട് നനയ്ക്കണം. തൈകൾ പിടിച്ചു വരുന്നതുവരെ തണൽ കൊടുക്കാനും ശ്രദ്ധിക്കണം. പച്ചക്കറിക്ക് ദിവസേന നന ആവശ്യമുണ്ട്. ടെറസിലെ കൃഷിക്ക് മിതമായ നന മതി. വെള്ളം അമിതമായാൽ വളം ഒലിച്ചു പോകും. ടെറസ് വൃത്തികേടാകുകയും ചെയ്യും. പാത്രത്തിൽ വെള്ളമെടുത്ത് രാവിലെയും വൈകുന്നേരവും ചെറുതായി നനയ്ക്കുന്നതാണ് നല്ലത്. വീട്ടിലെ പച്ചക്കറിക്ക് ജൈവവളമാണ് ഉത്തമം. ഉണക്കിപ്പൊടിച്ച ചാണകം, കമ്പോസ്റ്റ്, എല്ലുപൊടി, ചാരം, ഗോമൂത്രം ഇവയൊക്കെയും നല്ല ജൈവവളങ്ങളാണ്. വേപ്പിൻ പിണ്ണാക്ക് 3 ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ച ശേഷം തെളിയെടുത്ത് നേർപ്പിച്ച് തളിക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും കീടനിയന്ത്രണത്തിനും സഹായിക്കും. വീട്ടിലെ അവശിഷ്ടങ്ങൾ ഒരു ബക്കറ്റിലോ ടാങ്കിലോ നിക്ഷേപിച്ച് അതിലേക്ക് ആഫ്രിക്കൻ മണ്ണിരയെ വിട്ടാൽ മണ്ണിര കമ്പോസ്റ്റ് എന്ന ഉത്തമമായ ജൈവവളം ലഭിക്കും. വീട്ടിലെ മാലിന്യങ്ങളെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വളമാക്കി മാറ്റാൻ മണ്ണിരയ്ക്ക് കഴിവുണ്ട്. ഇത്തരത്തിൽ നഗരവാസികൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിനും ടെറസ് കൃഷി പരിഹാരമോതുന്നു. അസോള എന്ന കുഞ്ഞു സസ്യം പച്ചക്കറിക്കുള്ള മറ്റൊരു ജൈവവളമാണ്. ടെറസിൽ തന്നെ പോളിത്തീൻ കവർ വിരിച്ച് വെള്ളം നിറച്ച ശേഷം അസോള വളർത്താം. വളരെ വേഗം വളർന്നു നിറയുന്ന അസോള കോരി ചെടിച്ചുവട്ടിലിട്ടാൽ പ്രോട്ടീൻ നിറഞ്ഞ വളമായി മാറും. പാവൽ, പടവലം, പയർ തുടങ്ങിയ പച്ചക്കറികൾക്ക് പന്തലിട്ട് കൊടുക്കണം. പ്ലാസ്റ്റിക് ചരടും പട്ടികയും ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ പന്തലൊരുക്കാം. പാവലിന്റെ കായ്കൾ രൂപപ്പെട്ടു തുടങ്ങുമ്പോൾ പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വിട്ടാൽ കീടശല്യം കുറയും. വിത്തിട്ട് 1 മാസം കഴിയും മുമ്പേ മട്ടുപ്പാവിൽ നിന്ന് വിളവെടുപ്പ് തുടങ്ങാം. മുന്നൂറ് ചതുരശ്ര മീറ്റർ ടെറസിൽ നിന്നും ചെറിയ ഒരു കുടുംബത്തിന് ആവശ്യമുള്ള പച്ചക്കറികൾ ദിവസേന ലഭിക്കും. ഓരോ ആഴ്ചയും പുതിയ ചാക്കുകൾ നിരത്തി കൃഷി ചെയ്താൽ ദിവസേന പച്ചക്കറികൾ വിളവെടുക്കാൻ കഴിയും. ടെറസ് കൃഷി കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ്. വിഷം പുരളാത്ത പച്ചക്കറികൾ കിട്ടും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപകരിക്കും. ചെടികൾ പുറത്തുവിടുന്ന ശുദ്ധവായു ശ്വസിച്ച് ചെറുപണികൾ ചെയ്യുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്ക് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നേടാം.